അതെ കാശി 38 പഴയ നിങ്ങളുടെ കുട്ടിയാ 2638. കുറിച്ച് വെച്ചോ, സംസാരിക്കാൻ വയ്യ. കുരുക്കിട്ടത്തിൽ എങ്ങനെ സംസാരിക്കുന്നത്? സംസാരിക്കാൻ വയ്യ, പക്ഷെ ഓട്ടോയിൽ യാത്രയൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കി അമ്മേ എന്ത് പറ്റിയിടോ? ഇവിടുത്തെ സർക്കിൾ സാറിന് ഒരു പെണ്ണാലോചിച്ച് പോയതാ. സബ് കളക്ടറിന്റെ വീടായത് കൊണ്ടാ ഇതിൽ ഒതുങ്ങിയത്. വല്ല മന്ത്രിയുടെ വീടായിരുന്നെങ്കിൽ ഈ ബോഡി ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സമയ. നീ ഒന്ന് തെളിയിച്ച് പറ. ഇത് ഈ കൂടുതൽ എന്ത് തെളിയിക്കാനാ? ഈ മുഖം കണ്ടറിഞ്ഞൂടെ? ഇത് വെള്ളം കുടിക്കട്ടെ. എടോ, ഇതിലൊക്കെ ഇത്തിരി വെള്ളം എടുത്ത് വെച്ചൂടേടോ. സമ്മതിക്കണം. ഇന്നലെ CI സാർ എന്നെ അടിച്ച് പൂക്കുറ്റിയാക്കിയിട്ട് അർദ്ധരാത്രി 12 മണിക്ക് സബ് കളക്ടറിന്റെ വീട്ടിലേക്ക് ആലോചനയുമായിട്ട് വിട്ടു. പകല് 12 ആണെന്ന് കരുതി ഞാൻ അവിടെ ചെന്നു. കള്ളനാണെന്ന് വിചാരിച്ച് ആ സബ് കളക്ടറിന്റെ ഒരു അമ്മാവൻ തണ്ടി എന്നെ എടുത്തിട്ട് കാവടി തുള്ളി. ഞാൻ കരഞ്ഞ കാര്യം പറഞ്ഞു. അത് കേട്ടതും ആ പെണ്ണിന്റെ ബ്രദർ ഒരുത്തൻ ഇവിടെ ടാഞ്ഞൊരു ചവിട്ടി. പിന്നെ അവിടെ ഒരു ചവിട്ടാടെ തന്നെ അരങ്ങേറി. ദേ, ഇവിടുത്തെ സാറിന് ഈ നാട്ടിൽ എന്ത് മതിപ്പാണെന്ന് ഇന്നലെ രാത്രിയിലാണ് എനിക്ക് മനസ്സിലായത്. കച്ചറ, വെറും കച്ചറ. എന്ത്? ഇല്ല, ഒന്നുമില്ല. താൻ പറ. എന്റെ രാഘവൻ സാറേ, ഏത് തെണ്ടിയാണെങ്കിലും കിട്ടാവുന്നതേ മോഹിക്കാവൂ. വെറും ഒരു CI സബ് കളക്ടറെ മോഹിക്കാന്ന് പറഞ്ഞാല് ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ? ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലെന്നേ. വെറും സർക്കിളാ, വാട്ടാ പൂജ്യം. രാഘവ വിളിക്കണ് സാർ. ആറിവിടെ ഉണ്ടായിരുന്ന രാഘവ, എന്തോ നമ്മുടെ അയ്യങ്കാവ് അമ്പലത്തിലെ ഭണ്ണാരം മോഷ്ടിച്ച കള്ളനെ കിട്ടിയോടോ? എവിടെ കിട്ടാൻ? ശുഷ്കാന്തി വേണം, ശുഷ്കാന്തി. അതെ ചാക്കോ, നമ്മുടെ തോട്ടക്കാട്ട് വിജയന്റെ വീട്ടിൽ കയറി മാല മോഷ്ടിച്ച പ്രതിയെ കിട്ടിയോ സാറേ? കഷ്ടം. സാർ എന്തിനാ ഈ ശവത്തെ കുത്തി വേദനിപ്പിക്കുന്നത്? കിട്ടിക്കാണില്ല. രാഘവ, ഇവിടെ തെളിയാണ്ട് കിടക്കുന്ന സകല കേസുകൾക്കും FIR എഴുതിക്കോ. അപ്പൊ പ്രതികളെ കിട്ടിയല്ലേ? ആ കിട്ടി. ആരാ? നീ. സർക്കിളിന്റെ വില എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. രാഘവ, അവരിടിച്ചത് ഇവനിട്ടാണെങ്കിലും കൊണ്ടതെനിക്കാ. കിട്ടും അവളെ എന്റെ സർക്കിളില്. അപ്പൊ മയക്കുമരുന്നിന്റെ ഇടപാടാണല്ലേ? കൊള്ളാം. ശരീരത്തിന് വളരെ നല്ലതാ. ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഉപയോഗം മാത്രമല്ല, അല്ലറ ചില്ലറ വിൽപ്പനയൊക്കെ നടത്തണ്ടല്ലേ? എന്താ നിന്റെ പേര്? ആനന്ദ് ആനന്ദത്തിന് വേണ്ടി ചെയ്താണെങ്കിലും ഇതിന്റെ സീരിയസ്നെസ് അറിയോ? നോൺ ബെയിലബിൾ ഒഫൻസാ. ഇതെന്തത് നക്ഷത്രോ? നീ കുറെ എണ്ണും. എങ്ങനെയാ, കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രതയൊക്കെയുള്ള കൂട്ടത്തിലാണോ? ഒരു കാര്യം ചെയ്യ്, ഞാൻ വീട്ടിൽ വിളിച്ച് പറ. ഒരു പെട്ടി നിറയെ ക്യാഷ് വേണ്ടിട്ട് ഇവിടെ ഒന്ന് പേഴ്സണലായിട്ട് എന്നെ കാണാൻ. കേസില്ലാണ്ട് തന്നെ നമുക്കിത് ഒതുക്കി തീർക്കാം. പെട്ടിയും ക്യാഷും ഒന്നും ഇല്ലാതെ തന്നെ കേസ് ഒതുക്കെ എനിക്ക് അറിയാം. കേട്ടോ സാറേ? ഓ, അത്രയ്ക്ക് പിടിപാടുണ്ടോ നിന്റെ തന്തയ്ക്ക്? നിന്റെ തന്തയാരെ? ഹൈദരാബാദ് നൈസാ. എന്റെ തന്തയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, ഞാൻ ആരാന്ന് എനിക്കറിയോ? നീ ആരായാലും എനിക്കെന്താ? നീ ഏത് കൊമ്പത്തണയിൽ ഇടിച്ചെന്റെ കൂമ്പിയാനൊക്കെ പോന്നി. ചുമ്മാ പേടിപ്പിക്കല്ലേ സാറേ. ഒരു സബ് കളക്ടർ അടുത്ത് ചെറുതായിട്ടൊന്ന് വേഷം കെട്ട് കാണിച്ചതിന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞത് സാർ അത്ര പെട്ടെന്നങ്ങ് മറന്നുപോയോ? ആ സബ് കളക്ടർ സേതുലക്ഷ്മിയുടെ ഒരേ ഒരു ബ്രദറാ ഞാൻ. ഒരു പ്രാവശ്യം പറയൂ. സബ് കളക്ടറുടെ ബ്രദറാന്ന്. സബ് കളക്ടർ സേതുലക്ഷ്മിയുടെ ഒരു ബ്രദറോ? എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമോ? എന്റെ കാതുകളെ നിങ്ങൾ കേട്ടത് സത്യം? ഇത് താര ഇന്നലെ പൊക്കിയത്? ഞാനല്ല സാർ, രാഘവനല്ല, രാഘവേട്ടൻ. രാഘവേട്ട എന്താ വിളിച്ചേ? രാഘവേട്ടാന്ന്. ഒന്നുകൂടി വിളിക്കൂ. രാഘവേട്ട. എന്തു പറ്റി?
എന്നെ ആദ്യമായിട്ട് സാറ് രാഘവേട്ട എന്ന് വിളിക്കുന്നത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രാഘവേട്ട. രാഘവേട്ടൻ പൊക്കി അവൻ ആരാന്നറിയോ? ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയണില്ല. ആരാ? നമ്മുടെ സബ് കളക്ടർ സേതുലക്ഷ്മിയുടെ ഒരേ ഒരു ബ്രദർ. എന്നാ പിന്നെ ഇവനെ പറഞ്ഞു വിട്ടേക്കല്ലേ? എന്താ പറഞ്ഞേ? അല്ല, ഇവനെ പറഞ്ഞു വിട്ടോട്ടെ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ ഇയാൾ തന്റെ അച്ഛനൊന്നും അല്ലല്ലോ. ലോക്യം എന്താ? എടുത്ത് ലോക്കമിലിറോ. കളി മാധവൻകുട്ടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സബ് കളക്ടർ സേതുലക്ഷ്മി. മോളെ സേതു, സേതു. എന്താ അമ്മവാ? എന്താ? ആ തലതെറിച്ച സിയെ വന്നിട്ടുണ്ട്. പിന്നെ എന്തോ ഏടാ കൂടെ ഒപ്പിക്കാനുള്ള വരവാണെന്ന് തോന്നുന്നു. എന്താ ഇൻസ്പെക്ടർ? എന്താ കാര്യം? ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും? കുറച്ച് ഒഫീഷ്യലായിട്ടും പിന്നെ കുറച്ച് പേഴ്സണൽ ആയിട്ടും. അമ്മയ്ക്ക് ഈ IAS മകളെ കൂടാതെ ഒരു മകനും കൂടി ഉണ്ടല്ലേ? അവനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? എന്താ അവന്റെ പേരിലുള്ള കുറ്റം? അതിപ്പോ അമ്മ നിൽക്കുമ്പോ എങ്ങനെയാ പറയാ? അല്ല, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. മയക്കുമരുന്ന് കൈവശം വെക്കുക, ഉപയോഗിക്കുക, ചില്ലറ കച്ചവടം നടത്തുക. ഇതൊക്കെയാണ് ഇവിടുത്തെ മകന്റെ ഇപ്പോഴത്തെ കലാപരിപാടികൾ. മിസ്റ്റർ മാധവൻകുട്ടി, വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത്ര ആക്ഷൻ എടുക്കും ഞാൻ. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ആള് മാറി കാണും. ഈ മോൻ തന്നെയല്ലേ ഇവിടുത്തെ മോൻ? ഇന്റർനാഷണൽ മാർക്കറ്റിൽ 3 ലക്ഷം രൂപ വില വരുന്ന ബ്രൗൺ ഷുഗറുമായിട്ട് ഇവനിപ്പോൾ എന്റെ കസ്റ്റഡിയില്ല. മയക്കുമരുന്ന് കേസ് ജാമ്യമില്ലാത്ത വകുപ്പാണെന്ന് മാഡത്തിന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. എന്റെ മോനെ ഉപദ്രവിക്കരുത്. എന്താ അമ്മേ, അവനെ ഞാൻ ഉപദ്രവിക്കോ? ഒന്നുമില്ലല്ലോ, അവന് ഈ കുടുംബത്തിലെ കുട്ടിയല്ലേ. ഞാനൊന്ന് കണ്ണടച്ചാ അവന് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു പാലം ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമല്ലോ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറ് പറ. എത്ര രൂപ വേണം? മാധവൻകുട്ടിക്ക് കൈക്കൂലിയോ? അതും സബ് കളക്ടറുടെ മുമ്പിൽ വെച്ച്. അമ്മാവനാണല്ലേ? അതെ. കഷ്ടം. അമ്മാവനെ വേണമെങ്കിൽ എനിക്ക് അറസ്റ്റ് ചെയ്യാം കേട്ടോ. വേണ്ട. എന്റെ അമ്മാവ എനിക്ക് 1 കോടി രൂപ തരാന്ന് പറഞ്ഞാലും വേണ്ട. പിന്നെ കൊറേ നേരമല്ലേ ഇയാൾ ഇന്ന് കഥകളി കളിക്കുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഒന്നുമില്ല. സ്വന്തം സഹോദരന് വേണ്ടി സഹോദരി ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഒന്നുമില്ലെന്നേ, എനിക്ക് ഈ IAS കാരിയെ കെട്ടിച്ചു തരണം. എന്താ വിചാരിച്ചേ? താൻ പോലീസാണെന്ന് ഞാൻ നോക്കില്ല. ചൂടമ്മാമ. ഒരു സബ് കളക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും തമ്മിലുള്ള പ്രോട്ടോകോളിന്റെ അന്തരം എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ദിസ് ഈസ് മൈ ഡിമാൻഡ്. ബ്രദറിനെ സേവ് ചെയ്യണ്ടേ? നന്നായി ആലോചിച്ചിട്ട് മതി തീരുമാനം. പിന്നെ എന്നെക്കാളും വലിയ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് സഹോദരനെ രക്ഷപ്പെടുത്താൻ വല്ല പ്ലാനും മനസ്സിൽ തോന്നിയാൽ വിടില്ല ഞാൻ. ടിവിക്കാരുടെയും പത്രക്കാരുടെയും മുമ്പില് തൊണ്ടി സഹിതം പ്രദർശിപ്പിക്കും ഞാൻ അവനെ. ആന്റി നർക്കോട്ടിക്സിൽ സഹോദരനെ കൈമാറിയാൽ പുന്നാരാങ്ങളെ ചുരുങ്ങിയത് 18 കൊല്ലമെങ്കിലും ജയിലിലേക്ക്. മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ സഹോദരിക്ക് പിന്നെ ഈ IAS പദവി പോലും ഒരു ഭാരമായിരിക്കും. അമ്മാവ, തീരുമാനം എന്തായാലും പെട്ടെന്ന് തന്നെ അറിയിക്കണം. മറുപടി പോസിറ്റീവ് ആണെങ്കിൽ പോലും താലികെട്ട് കഴിയുന്നവരെ അവൻ എന്റെ കസ്റ്റഡിയിലുണ്ടാവും. അല്ലെങ്കിൽ സഹോദരനെ തിരിച്ചു കിട്ടുമ്പോ സഹോദരി വാക്കുമാറിയാലോ. അപ്പൊ ഞാൻ ഇറങ്ങാണ്. വരട്ടെ. സബ് കളക്ടർ സേതുലക്ഷ്മി. അയാൾ എന്നോട് വാശി തീർക്ക, പക്ഷേ അതെന്റെ ആങ്ങളെ കള്ളക്കേസിൽ കുടിക്കിട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ അമ്മേ? ഇത് കള്ളക്കേസൊന്നും ആയിരിക്കില്ല. പിന്നെ ഞാൻ നിന്നോട് പറയാതിരുന്നതാ. ഒരിക്കൽ
എന്നെ കാണിക്കണേ. ഈശ്വരാ, എന്താ ഇതൊക്കെ? മോളെ, ഏയ്, മിണ്ടരുത്. ഇത് മറ്റാരെന്ന് പറഞ്ഞോ ചത്തുകളഞ്ഞു. എന്തിനായിരുന്നു അമ്മ എന്നോട് ഇത് മറച്ചു വെച്ചത്? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരുത്തുമായിരുന്നല്ലോ അവനെ. ഒരു വാക്ക് എന്നോട് പറയുന്നില്ലേ? ഇനി ഭവൻ ഇനിയിപ്പോ അതോർത്ത് വിഷമിക്കണ്ട. അവൻ തെറ്റ് ചെയ്തു, പിടിക്കപ്പെട്ടു. അതവന്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കാം. അവൻ ജയിലിൽ പോയി കിടന്ന ഇവിടെ ആർക്കും മനസ്സമാധാനം ഉണ്ടാവുക? ഇനി എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. എല്ലാം എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. ഇനി അവനെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ.